ശ്രദ്ധിക്കുക, നമ്മൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറഞ്ഞു അല്ലേ സെമി കണ്ടക്ടർ. പക്ഷെ അത് ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടും കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അതൊരു പൂർ സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തത് ചെയ്യുന്നതാണ് ഇംപ്യൂരിറ്റി അല്ലേ. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ആഡ് ചെയ്തപ്പോൾ സെമി കണ്ടക്ടർ ഒരു പൂർ കണ്ടക്ടറാക്കി മാറി അല്ലേ. പക്ഷെ നമുക്ക് നല്ലൊരു കണ്ടക്ടറാക്കി മാറ്റണ്ടേ അല്ലേ. സെമി കണ്ടക്ടറിനൊരു കണ്ടക്ടിവിറ്റി കൂട്ടിയിട്ട് നല്ലൊരു കണ്ടക്ടറാക്കി മാറ്റണം. അതിന് ടെമ്പറേച്ചറിന് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുക. ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ഹെഡിങ് ആണ് എഫക്റ്റ് ഓഫ് ഇംപ്യൂരിറ്റി ഓൺ സെമി കണ്ടക്ടർ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഈ ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെമി കണ്ടക്ടറിൽ ആഡ് ചെയ്യുക. എന്തിനാണ് ആഡ് ചെയ്യുന്നത്? അയാളെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഡിസൈറബിൾ അനുയോജ്യമായ ഒരു ഇംപ്യൂരിറ്റി ആറ്റം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ജർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കണ്ടക്ടിവിറ്റി കൂടുന്ന പറഞ്ഞത്. ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുക, ഡോപ്പിംഗ്. ആ പ്രോസസ് നമ്മൾ എന്താ പറയുക, ഡോപ്പിംഗ്. അപ്പോൾ എന്താണ് ഡോപ്പിംഗ്? പ്രോസസ് ഓഫ് ആഡിങ് ഡിസൈറബിൾ impurity atom to a pure semiconductor to increase its conductivity. അപ്പോൾ ഡോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ ഡോപ്പിംഗ് എന്താണ്? പ്രോസസ് ഓഫ് ആഡിങ് desirable impurity atom to a pure semiconductor to increase its conductivity. ഇപ്പം നിങ്ങളുള്ള സെമി കണ്ടക്ടർ എന്താണ്? നല്ല കണ്ടക്ടർ ആണോ? അല്ല. അപ്പോൾ അയാളെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അനുയോജ്യമായ ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുക സെമി കണ്ടക്ടർ, ഒരു പ്യുവർ സെമി കണ്ടക്ടറിൽ. ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുക, ഡോപ്പിംഗ്. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക, ഡോപ്പിംഗ്. അത് ശ്രദ്ധിക്കുക, ഡോപ്പിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ്? പ്രോസസ് ഓഫ് ആഡിങ് desirable impurity atom to a pure semiconductor to increase its conductivity. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുക. അതിന് നമ്മൾ എന്താ പറയുക, ഡോപ്പിംഗ്. ആ ഇംപ്യൂരിറ്റി ആറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പൻസ്. ആ ഇംപ്യൂരിറ്റി ആറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പൻസ് എന്ന് പറയാറുണ്ട്. ഡോപ്പൻസ്. അപ്പോൾ ആ പ്രോസസ് ഡോപ്പിംഗ് ആഡ് ചെയ്യുന്ന ആളുകൾ നമ്മൾ എന്ത് പറയാറുണ്ട്, ഡോപ്പൻസ്. പക്ഷെ ആഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബൻസ് ഒന്നും സംഭവിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, നമ്മൾ ആ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി ആറ്റത്തിന് നമ്മൾ എന്ത് പേര് കൊടുത്തത്, ഡോപ്പൻസ്. പക്ഷെ ഡോപ്പൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഒരു പ്യുവർ ജർമേനിയം അതേപോലെ തന്നെ സിലിക്കൺ ഉണ്ടെന്ന് വിചാരിക്കുക, അവരെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒന്നും ഡിസ്റ്റർബ് ആവാൻ പാടില്ല. അവരെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ആര് കാരണം? ഡോപ്പൻസ് കാരണം. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? പ്രസൻസ് ഓഫ് ഡോപ്പൻസ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ ആറ്റത്തിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം ഡോപ്പൻസ് ആഡ് ചെയ്യാൻ. അപ്പോൾ അടുത്ത പോയിന്റ്, പ്രസൻസ് ഓഫ് ഡോപ്പൻസ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ക്രിസ്റ്റൽ ലാറ്റിസ്. അതേപോലെ തന്നെ സൈസ് ഓഫ് ഡോപ്പൻസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ക്രിസ്റ്റൽ ആറ്റം. ആ ക്രിസ്റ്റൽ ആറ്റം റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു സൈസ് ഇല്ലേ, ആ രണ്ട് സൈസും എന്താവണം, ഓൾമോസ്റ്റ് സെയിം ആവണം. അപ്പോഴാണ് ആ ഡിസ്റ്റർബൻസ് സംഭവിക്കാതിരിക്കുക. അപ്പോൾ സൈസ് ഓഫ് ഡോപ്പൻസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ക്രിസ്റ്റൽ ആറ്റം. ആ ക്രിസ്റ്റൽ ആറ്റത്തിന്റെ അതേ സൈസ് ആയിരിക്കണം. പിന്നെ ആഡ് ചെയ്യുന്ന രീതി ppm മാനറിലാണ്. ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁶. അപ്പോൾ ആ ഓർഡറിൽ പാർട്സ് പെർ മില്യൺ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ബൈ 10⁶. ആ അത്രയും മില്യൺ പാർട്സ് പെർ മില്യൺ ഓർഡറിലാണ് നമ്മളിത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ്. അതിന് നമ്മൾ എന്തെന്ന് പറയുക, ഡോപ്പിംഗ്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്താ വെച്ചാൽ ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടർ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടർ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. എടാ, സെമി കണ്ടക്ടർ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നു. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും മറ്റത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടറിനെ രണ്ടായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും ഒന്ന് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താ വെച്ചാൽ പ്യുവർ സെമി കണ്ടക്ടർ ആണ്. പ്യുവർ സെമി കണ്ടക്ടർ. അപ്പോൾ എക്സിൻട്രിക് എന്തായിരിക്കും, ഡോപ്ഡ് സെമി കണ്ടക്ടർ.
ഡോപ്ഡ് സെമി കണ്ടക്ടർ. അപ്പോൾ നമ്മൾ പ്യുവർ ഒന്നും ആഡ് ചെയ്യാത്ത ജെർമേനിയം സിലിക്കോൺ ആണെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ. അതിന് നമ്മൾ എന്തെന്ന് പറയാ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, പ്യുവർ സെമി കണ്ടക്ടർ, ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ, ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്യുവർ സെമി കണ്ടക്ടർ. അയാളെ നമ്മൾ എന്തെന്ന് പറയാ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി അതിലേക്ക് ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യും. അത്തരം സെമി കണ്ടക്ടർ നമ്മൾ എന്തെന്ന് പറയാ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഡോപ്ഡ് സെമി കണ്ടക്ടർ. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഈ ഡോപ്ഡ് സെമി കണ്ടക്ടറിന് 2 ടൈപ്പ് ഉണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. ക്ലിയർ? നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഡോപ്ഡ് സെമി കണ്ടക്ടറിന് 2 ടൈപ്പ് ഡോപ്പിംഗ് നടക്കാറുണ്ട്. ഒന്ന്, ഒരു ഡോപ്പിംഗിൽ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും, ഒരു ടൈപ്പ് ഡോപ്പിംഗിൽ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. അപ്പോൾ ഡോപ്ഡ് സെമി കണ്ടക്ടർ 2 ടൈപ്സ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി. എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടൈപ്പ് എന്നുള്ള മീനിങ് ഉണ്ട്, പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടൈപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ എൻ ടൈപ്പ് ആയിരിക്കും, ഹോൾ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ പി ടൈപ്പ്. അത് നമ്മൾ പറയും. ക്ലിയർ അല്ല ഇതുവരെ? ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when a pure semiconductor, pure എന്ന് പറഞ്ഞാൽ ജെർമേനിയം ഓർ സിലിക്കൺ, ഇൻട്രിൻസിക് ആണ് പ്യുവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, when a pure semiconductor is doped with pentavalent impurity. When a pure semiconductor, germanium or silicon, is doped with pentavalent impurity. Pentavalent impurity എന്ന് പറഞ്ഞാൽ ആഴ്സനിക് ഉണ്ട്, എസ് ബി എന്ന ബിസ്മത്ത് അല്ലേ, ആഴ്സനിക് ഓർ എസ് ബി. ഇവരൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ 5 വാലൻസ് ഇലക്ട്രോൺ ആണ് ഇവർക്കൊക്കെ, 5 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ when a pure semiconductor is doped with pentavalent impurity, form n-type semiconductor. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താ പറയുന്നത്, വെൻ എ പ്യുവർ സെമി കണ്ടക്ടർ, ജെർമേനിയം ഓർ സിലിക്കൺ, ഡോപ്ഡ് വിത്ത് പെൻഡാവാലന്റ് ഇംപ്യൂരിറ്റി. പെൻഡാവാലന്റ് എന്ന് പറഞ്ഞാൽ ആഴ്സനിക് എസ് ബി, വാലൻസ് ഇലക്ട്രോൺ 5 വരുന്ന ആളുകൾ, അതിനാണുള്ള പെൻഡാവാലന്റ് എന്ന് പറയാം. ഓക്കെ, ആഴ്സനിക് എസ് ബി. അപ്പോൾ 5 എന്തുണ്ട്, 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഡോപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എസ്. എസ് എന്താണ്, ആഴ്സനിക്. ഓക്കെ, ആഴ്സനിക് എന്നുള്ളൊരു ഡോപ്പിംഗ് നമ്മൾ നടത്തി. എന്തായാലും നിയർ ബൈ ആരുണ്ടാവും, സിലിക്കൺ ആണെങ്കിൽ അവിടെ സിലിക്കൺ ഉണ്ടാവും. അവിടെ നിയർ ബൈ എന്തായാലും സിലിക്കൺ ഉണ്ടാവില്ലേ, ഇതിലേക്കെല്ലാം നമ്മൾ ഡോപ്പൻ്റ് ആഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ അതിലൊരു പ്യുവർ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനി ഏതെടുക്കാം, കാരണം 2 ആളെ വാലൻസ് ഇലക്ട്രോൺ 4 ആണ്, ശരിയല്ലേ? അപ്പോൾ ഞാൻ സിലിക്കൺ എടുത്തു എന്ന് വിചാരിക്കുക, സിലിക്കൺ ഉണ്ട്, ഇവിടെ ഒരു ആഴ്സനിക് ഞാൻ ഡോപ്പ് ചെയ്തു, ആഴ്സനിക് അല്ലെങ്കിൽ എസ് ബി ഡോപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും, അവിടെ ഇവർ തമ്മിലൊരു കൊവാലന്റ് ബോണ്ട്, ഇവർ തമ്മിൽ കൊവാലന്റ് ബോണ്ട് ഷെയർ ചെയ്യും. ഓക്കെ, ഈ ആഴ്സനിക് എന്ത് ചെയ്യും, കാരണം മൊത്തത്തിൽ സിലിക്കൺ ആണ് ഉള്ളത്, ആ സിലിക്കണിലേക്കാണ് ഞാൻ എന്ത് ചെയ്തത്, പാർട്സ് പെർ ബില്യൺ ആയിട്ട് ഒരു ആഴ്സനിക് ഡോപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ ആഴ്സനിക് നിയർ ബൈ സിലിക്കണുമായിട്ട് ബോണ്ട്സ് ഉണ്ടാക്കും. നമുക്കറിയാം സിലിക്കൺ എന്ത് ചെയ്യും, എടാ ഇയാളും ഇങ്ങനെ ഷെയർ ചെയ്യും അല്ലേ. കാരണം സിലിക്കൺ ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, സിലിക്കൺ ഔട്ടർ മോഷനിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 2 3 4 ആണെന്ന് വിചാരിക്കും. ക്ലിയർ? അപ്പോൾ സിലിക്കണിന്റെ ആദ്യം നമുക്ക് സിലിക്കൺ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സിലിക്കണിന്റെ ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസ് ആണ് 1 2 3 4. ആഴ്സനിക്കുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും, ആഴ്സനിക്കിൽ എത്ര ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 1 2 3 4 അല്ലേ, 4 ബോണ്ട് ഷെയർ ചെയ്യും. പക്ഷെ ഇവിടെ ബാക്കി എത്ര ഉണ്ട്, കാരണം സിലിക്കന്റെ ഔട്ടർ മോഷനിൽ 4 ഉള്ളൂ, 1 2 3 4. ആഴ്സനിക്കിന്റെ ഔട്ടർ മോഷനിൽ എത്ര ഉണ്ട്, 5 ഉണ്ട്. എടാ 1 ഇവിടെ പോയി, 1 ഇവിടെ പോയി, 1 ഇവിടെ പോയി, 1 ഇവിടെ പോയി. ദാറ്റ് മീൻസ് ബാക്കി എത്ര ഉണ്ട്, എടാ ബാക്കി ഒരു ഇലക്ട്രോൺ ഇല്ലേ,
ബാക്കി ഒരു ഇലക്ട്രോൺ ഫ്രീ ആണ്, ഇയാളാണ് കണ്ടക്ട് ചെയ്യുക. നമ്മളിവിടെ ടെമ്പറേച്ചർ ആഡ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അല്ല, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ബോണ്ടൊക്കെ ബ്രേക്ക് ആവുക. അപ്പം ഞാൻ ടെമ്പറേച്ചർ ഒന്നും മാറ്റിയിട്ടില്ല, ഞാൻ എന്തേ ചെയ്തിട്ടുള്ളൂ, ഒരു പ്യുവർ സെമി കണ്ടക്ടർ എടുത്ത് അതിലേക്ക് ഞാൻ ആഴ്സനിക് ഡോപ്പ് ചെയ്തു. അപ്പൊ ആഴ്സനിക്കിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 നിയർ ബൈ സിലിക്കണിനെ ഷെയർ ചെയ്യും, പക്ഷെ ഒന്ന് ബാക്കി ഉണ്ടാവും. ഇതൊരു ഒറ്റ ലാറ്റീസിലാണ്, ഇങ്ങനത്തെ ഹ്യൂജ് നമ്പറിൽ അതിൻ്റെ അകത്ത്. ഒരൊറ്റ ആഴ്സനിക് ആറ്റത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവില്ലേ. അപ്പൊ ഓരോ തവണയും ആരെ ഫ്രീ ആക്കും, ഇലക്ട്രോണിനെ ഫ്രീ ആക്കും. അപ്പൊ ഈ ഒരു ലാറ്റിസിൽ ഒരു ഇലക്ട്രോൺ കിട്ടി, അടുത്ത് ഇവിടെ കിട്ടി, അടുത്ത് ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, അങ്ങനെ ത്രൂ ഔട്ട് ഒരുപാട് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടാണ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് എന്ത് കണ്ടക്ടർ എന്ന് പറയാനുള്ള കാരണം, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, നെഗറ്റീവ് ടൈപ്പ്. കാരണം ആരാണ് ഇവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരിക, ഇലക്ട്രോൺസ്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഔട്ട് ഓഫ് 5 valence electron of arsenic, out of 5 valence electron of arsenic, sorry, out of 5 അഞ്ചെണ്ണം ഉണ്ടല്ലേ, out of 5 4 valence electron of arsenic take part bonding with നിയർ ബൈ സിലിക്കൺ. ശരിയല്ലേ? ഔട്ട് ഓഫ് 5 അഞ്ചെണ്ണത്തിൽ 4 ഇലക്ട്രോൺസ് ഓഫ് ആഴ്സനിക് ടേക്ക് ബാർ ബോണ്ടിങ് വിത്ത് നിയർ ബൈ സിലിക്കൺ അല്ലെ. 5 എണ്ണത്തില് 4 സിലിക്കണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. ഇനി ബാക്കി ആരുണ്ട്, 1 ഇലക്ട്രോൺ ഈസ് സെറ്റ് ടു ഫ്രീ അല്ലെ, 1 ഇലക്ട്രോൺ ഈസ് സെറ്റ് ടു ഫ്രീ. ശരിയല്ലേ? കാരണം ആഴ്സനിക്കിന്റെ 5 എണ്ണത്തില് 4 നിയർ ബൈ സിലിക്കണുമായിട്ട് ഷെയർ ചെയ്ത്, ഒരാൾ ഫ്രീ ആണ്. 1 ഇലക്ട്രോൺ ഈസ് സെറ്റ് ടു ഫ്രീ. ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. ഈ ഫ്രീ ഇലക്ട്രോൺ ആണ് എന്തുണ്ടാക്കുക, കണ്ടക്ഷൻ. ദിസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. അപ്പൊ എന്ത് സംഭവിച്ചു, ഇംപ്യൂരിറ്റി ആറ്റ് എന്ത് ചെയ്തു, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു എന്ന് പറയാം. കാരണം ഇവിടെ ഒരു ഫ്രീ ആയിട്ട് ഒരാളുണ്ട്, ഇയാളെ കൊടുക്കും. അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ആറ്റ് എന്താവും, ഫ്രീ ആയിട്ട് ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, അയാളെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ എന്താണ് കൺക്ലൂഷൻ, ഇംപ്യൂരിറ്റി ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺ, ഡൊണേറ്റ് ഡോണർ ഇംപ്യൂരിറ്റി എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തെന്ന് പറയാറുണ്ട്, ഡോണർ ഇംപ്യൂരിറ്റി. കാരണം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ പെന്റാവാലൻ ഇംപ്യൂരിറ്റി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ശരിയല്ലേ? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ പെന്റാവാലൻ ഇംപ്യൂരിറ്റി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇയാൾ എന്തെന്ന് പറയാറുണ്ട്, ഡോണർ ഇംപ്യൂരിറ്റി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇംപ്യൂരിറ്റി ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺസ്. ക്ലിയർ ആണോ? ഇതൊരു സിംഗിൾ കേസാണ് പറഞ്ഞത്. ഇതേപോലെ ഇവിടെയും ഇവിടെയൊക്കെ വരും. അപ്പൊ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് ആർ majority charge carriers. ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി. ആ വാക്ക് ശ്രദ്ധിക്കണം, മെജോറിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതേപോലെ തന്നെ ഹോൾസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഹോൾസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇലക്ട്രോൺസ് മാത്രമല്ലേ എന്ന്. കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയി, ഇനി അടുത്ത ബോണ്ടിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ, ഇവിടെ ഒരു ഇലക്ട്രോൺ, അങ്ങനെ ആ ആറ്റം മൊത്തത്തിൽ എടുക്കുമ്പോൾ ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ. ഈ ഇലക്ട്രോൺസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടല്ലേ ഇയാളെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പം പിന്നെ എവിടെ ഹോള് വന്നത് നിങ്ങൾ ചിന്തിക്കും. ഈ ഹോൾ എവിടെ വരുന്നത് വെച്ചാൽ, സാധാരണ 0 കെൽവിനിലാണ് എന്ത് സംഭവിക്കുക, 0 കെൽവിനിലാണ് ഇയാളൊരു എന്താണ് ഇൻസുലേറ്റർ. ഹൈ ടെമ്പറേച്ചറിൽ ചില ബോണ്ട് ബ്രേക്ക് ആവും. ചില ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ആരും കൂടി ഉണ്ടാവും, ഹോൾ കൂടി ഉണ്ടാവും. കാരണം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അവിടെ ആരുണ്ടാവും, ഹോൾ ഉണ്ടാവും. അപ്പോൾ പക്ഷെ ആരാണ് ഡോമിനേറ്റ് ചെയ്യുക, ഈ ഇലക്ട്രോൺസ് ഒക്കെ എക്സസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അടുത്ത ലാറ്റീസിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ അങ്ങനെ ഓരോ കേസിലും ഓരോ ഇലക്ട്രോൺ നമുക്ക് കിട്ടും. അതൊക്കെ നാച്ചുറൽ കേസിൽ നോർമൽ. പക്ഷെ ടെമ്പറേച്ചർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചില കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ആയിട്ടുണ്ടാവും, ആരും കൂടി ഉണ്ടാവും,
വേറെ ഇലക്ട്രോൺ ബ്രേക്ക് ആകുമ്പോൾ ഒരു ഹോളും കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോൺസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾസ് ആരാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അല്ലെ. ദാറ്റ് മീൻസ് ഒരു 100 ഇലക്ട്രോൺസ് ഒക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കാരണം കറണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ചിലപ്പം ഹോള് കാരണം ചിലപ്പോൾ 5 ഒക്കെ ഉണ്ടാവുള്ളൂ. ആ 5 വരുന്നത് എങ്ങനെയാ? ചില കൊവാലന്റ് ബോണ്ടൊക്കെ ബ്രേക്ക് ആയിട്ട്, ചില കൊവാലന്റ് ബോണ്ടൊക്കെ ബ്രേക്ക് ആയിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യും, അപ്പോൾ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഹോൾ കറണ്ട് ഉണ്ടാവുക. പക്ഷേ ഡോമിനേറ്റ് ചെയ്യൽ ആരാണ്? ഇലക്ട്രോൺസ്. കാരണം ഇലക്ട്രോൺ 100 ഫ്ലോ നടക്കണമെങ്കിൽ ഹോൾ ചിലപ്പോൾ 5 ഒക്കെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ക്ലിയർ ആണോ? ഇതൊരു ഡോണർ ആണ്, ഡോണർ ഇംപ്യൂരിറ്റിയാണ്. ക്ലിയർ? അപ്പൊ ഇതിനെ നമ്മൾ സാധാരണ എന്ത് ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്താണ് പി ടൈപ്പ്. അപ്പൊ പോസിറ്റീവ് ടൈപ്പ് ആയിരിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എൻ ടൈപ്പ് പറഞ്ഞു. അടുത്ത എന്താണ്? എൻ ടൈപ്പ് മനസ്സിലാക്കി ഈസി ആയിട്ട് പി ടൈപ്പ് മനസ്സിലാക്കാം. എന്താണ്? വെൻ എ പ്യുവർ സെമി കണ്ടക്ടർ ജർമേനിയം ഓർ സിലിക്കൺ ഡോപ്ഡ് വിത്ത് പെൻഡക്യുലം ട്രൈവാലൻ ഇംപ്യൂരിറ്റി. ഡോപ്ഡ് വിത്ത് ട്രൈവാലൻ ഇംപ്യൂരിറ്റി. പെൻഡാവാലന്റ് ആണ് എൻ ടൈപ്പിൽ. ട്രൈവാലൻ, ട്രൈവാലൻ എന്ന് പറഞ്ഞാൽ അലുമിനിയം അല്ലെങ്കിൽ ഇൻഡിയം. അലുമിനിയം, ഇൻഡിയം ഇവരൊക്കെ പ്രത്യേകം എന്താണ്? 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. 3 വാലൻസ് ഇലക്ട്രോൺ. ശ്രദ്ധിക്കുക, when a pure semiconductor is doped with a trivalent impurity. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ 3 വരുന്ന ഇംപ്യൂരിറ്റീസ്. അത് അലുമിനിയം, ഇൻഡിയം. അലുമിനിയം ആവാം, ഇൻഡിയം വേറെ ഉണ്ട് കേട്ടോ. എലമെന്റ് നമ്മൾ സാധാരണ എക്സാമ്പിൾസ് ആയിട്ട് അലുമിനിയം, ഇൻഡിയം, അവരൊക്കെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 3. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പി ടൈപ്പ്. അപ്പൊ ഞാൻ ആരെടുത്തു? ഇവിടെ ഞാൻ അലുമിനിയം എടുത്തു, അല്ലെങ്കിൽ ഇൻഡിയ എടുത്തു. അപ്പൊ നിയർ ബൈ ആരുണ്ടാവും? സിലിക്കൺ ആണെങ്കിൽ സിലിക്കൺ, ജർമ്മനി ആണെങ്കിൽ ജർമ്മനി. ഏതും വരയ്ക്കട്ടോ. ഞാൻ സിലിക്കൺ വരച്ചെന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജർമേനിയം വരയ്ക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, കാരണം 2 ആളെ വാലൻസ് ഇലക്ട്രോൺ 4 ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? എടാ അലുമിനിയവും നിയർ ബൈ സിലിക്കണുമായിട്ട് കൊവാലൻ ബോണ്ട് ഉണ്ടാക്കും. നിയർ ബൈ സിലിക്കണുമായിട്ട് കൊവാലൻ ബോണ്ട്. ക്ലിയർ? ശ്രദ്ധിക്കുക, സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. അത് ഞാൻ ആദ്യം വരച്ചു. സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ. സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ. ക്ലിയർ? സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ. ഇതെന്ത് ചെയ്യും? അലുമിനിയവുമായിട്ട് ബോണ്ടിൽ ഏർപ്പെടും. അപ്പൊ അലുമിനിയത്തിന് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. എടാ 3 ആൾ ഏർപ്പെട്ടില്ലേ? 4ാമത് ഏർപ്പെടാൻ ആളുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഒരു വേക്കൻസിയാണ് അല്ലേ? ഇവിടെ ആരാണ്? വേക്കൻസി. കാരണം അലുമിനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. 4 ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് കൊവാലൻ ബോണ്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പെൻഡാവാലിന് 5 ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ 4 ഷെയർ ചെയ്ത് 1 ബാക്കിയായി. അങ്ങനെ ഒരുപാട് ബാക്കിയോ. ഇവരൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺസ് മെജോറിറ്റി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. പക്ഷേ പി ടൈപ്പിൽ എന്താ സംഭവിക്കുന്നത്? വാലൻസ് ഇലക്ട്രോൺ 3 ഉള്ളൂ. 3 ഉള്ളതിന് എന്ത് സംഭവിക്കും? ഷെയറിങ്. ഇതും ഷെയറിംഗ് ആയി, ഇതും ഷെയറിംഗ് ആയി, ഇതും ഷെയറിംഗ് ആയി, ഇതും ഷെയറിംഗ് ആയിട്ടില്ല. ഇവിടെ ആര് ക്രിയേറ്റ് ചെയ്യും? ഒരു വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസിയാണ് ആര്? ഹോൾ അല്ലേ? അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. അതാണ് ആര്? ഹോൾ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വേക്കൻസി ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ആര് ക്രിയേറ്റ് ചെയ്തു? ഒരു ഹോൾ ഉണ്ടായി. സംശയമില്ലല്ലോ, കാരണം അവിടെ വേക്കൻസി വന്നു. വേക്കൻസി വന്നാൽ അതൊരു ഹോളാണ്. അപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിയർ ബൈ നൈബറിംഗിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് വിചാരിക്കും. അവിടെ നൈബറിംഗിൽ ഇവിടെ ആരുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അയാൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും ബോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ബോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നൈബറിംഗ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്ത് അവിടെ സ്വാഭാവികമായിട്ട് ആരുണ്ടാവും? വീണ്ടും ഒരു ഹോൾ ഉണ്ടാവും. വീണ്ടും ഇയാളെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് വരും. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. വീണ്ടും ഇയാളെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇവിടെ ഹോളുകൾ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? എടാ ശ്രദ്ധിക്ക്, 3 ഷെയർ ചെയ്തു, 1 ഇവിടെ ബാക്കി വന്നു. അപ്പൊ ബോണ്ട് ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യും? ടു ഫിൽ ദ വേക്കൻസി. ഒരു വേക്കൻസി ഉണ്ടായി, ഹോൾ.
ടു ഫിൽ ദ വേക്കൻസി, ഈ വേക്കൻസി ഫില്ല് ചെയ്യാൻ നൈബറിങ് തൊട്ടടുത്തുന്ന ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും. തൊട്ടടുത്തൊരു ഇലക്ട്രോൺ ഇവിടെ എത്തിയാൽ ഇത് ഷെയറിംഗ് ആയി. പക്ഷേ ഇവിടെ ആരുണ്ടാവും? ഇലക്ട്രോൺ പോയാൽ അവിടെ ഹോൾ ഉണ്ടാവും. വീണ്ടും ഇയാളെ കോമ്പൻസേറ്റ് ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടും. അപ്പോൾ ഇവിടെ ഹോൾ ഉണ്ടായി, വീണ്ടും ഇവിടെ ഹോൾ. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ആര് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും? ഹോൾ. ദാറ്റ് മീൻസ് ഇവിടെ ആരാണ് നമ്മൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് എടുക്കുക? ഹോൾ. കാരണം വെർച്വലി ഇവിടെ ഒരു ഹോൾ ഉണ്ടായി, അത് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഒന്നുണ്ടായി, ഇവിടെ ഒന്നുണ്ടായി, ഇവിടെ ഒന്നുണ്ടായി. ഇതിങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഹോളുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും? ഹോളിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടാണ് തോന്നുക, ഹോൾ മൂവ് ചെയ്യുന്നതായിട്ടാണ് തോന്നുക. അപ്പം അതുകൊണ്ട് തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഹോൾസ് അല്ലേ. പിന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും അവിടെ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കാരണം ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകും അല്ലേ. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി ഓൾറെഡി ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തപ്പോൾ ആരുണ്ടായി? ഹോൾസ് ഉണ്ടായി. പിന്നെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയാൽ ചില ബോണ്ട് ബ്രേക്ക് ആവും, അപ്പോൾ ഇലക്ട്രോൺസ് വീണ്ടും ഉണ്ടാവും. പക്ഷെ ആരാണ് മെജോറിറ്റി? ഹോൾസ്. അപ്പോൾ 100 ഹോൾസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ ഇവിടെ, ടെമ്പറേച്ചർ വ്യത്യാസം കാരണം. അപ്പോൾ ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സും ഇലക്ട്രോണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും. അതുകൊണ്ടാണ് പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇയാളെ എക്സ്പ്ലനേഷൻ എന്താ വരിക? ചിത്രം വരയ്ക്കുക. എക്സ്പ്ലനേഷൻ എന്താ വരിക? ഔട്ട് ഓഫ് 3 ഔട്ട് ഓഫ് ആവശ്യമില്ലല്ലേ, കാരണം ഓൾറെഡി 1 കുറവാണ് അല്ലേ. അപ്പം എന്താണ്? 3 valence electron of aluminium take bonding with nearby silicon. So create one vacancy. A vacancy ആണ് hole. To create, so create one vacancy. A vacancy ആണ് hole. To fill this vacancy, to fill this vacancy, neighboring electron, to fill this vacancy, accept neighboring electrons. മനസ്സിലായോ? അപ്പോൾ ഈ വേക്കൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോറി വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഫിൽ ദിസ് വേക്കൻസി അക്സെപ്റ്റ് നൈബറിംഗ് ഇലക്ട്രോൺസ്, തൊട്ടടുത്തുള്ള ഇലക്ട്രോൺസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇയാളിപ്പോൾ എന്തായി? ഇയാൾ ഡൊണേറ്റ് ചെയ്യണത്, ഇയാൾ എന്ത് ചെയ്തു? ഇമ്പ്യൂരിറ്റി ആറ്റം ഡൊണേറ്റ് ചെയ്തോ അക്സെപ്റ്റ് ചെയ്തോ? അക്സെപ്റ്റ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആറ്റം എന്താണ്? അക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ ഇയാൾ എന്താണ്? അക്സെപ്റ്റഡ് ഇമ്പ്യൂരിറ്റിയാണ്. മാറിപ്പോയത് എൻ ടൈപ്പിൽ ഇയാൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. ഇപ്പോൾ ഇലക്ട്രോൺ ഇയാൾ എന്ത് ചെയ്തു? നൈബറിൽ നിന്ന് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? ഇമ്പ്യൂരിറ്റി ആറ്റം അക്സെപ്റ്റ് ഇലക്ട്രോൺ. ഇയാൾ അക്സെപ്റ്റഡ് ഇമ്പ്യൂരിറ്റിയാണ് പി ടൈപ്പ്. കാരണം ഇയാൾക്ക് ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇയാൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഹോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇതാണ് ആര്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇവിടെ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഹോൾസ്. Holes are majority charge carriers. Electrons are minority charge carriers. ആ 2 പോയിന്റ് എഴുതുക. Holes are majority charge carriers and electrons are minority charge carriers. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് 2 ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പും. ക്ലിയർ ആണല്ലോ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്തത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടറാണ്. അടുത്ത എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെ ഉണ്ട്? എക്സിൻട്രിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട് അല്ലേ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, അതേപോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട് അല്ലേ. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ പ്യുവർ സെമി കണ്ടക്ടർ ആണ്. ഇത് പ്യുവർ സെമി കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ആണ്. കാരണം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ മാത്രമേ അവിടെ മാറ്റുന്നുള്ളൂ. ടെമ്പറേച്ചർ മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോണ്
വാലൻസ് കണ്ടക്ഷനിലേക്ക് എത്തിയാൽ 2 ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ നമ്പർ ഓഫ് ഹോൾസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തേ ഉള്ള ഒരു പ്യുവർ സെമി കണ്ടക്ടർ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവിടുത്തെ കൊവാലന്റ് ബോണ്ടൊക്കെ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് കുറച്ച് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യും. ഒരു 4 ഇലക്ട്രോൺ ഷിഫ്റ്റ് ആയാൽ 4 ഹോൾസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. അതേപോലെ തന്നെ കറണ്ട് എന്തായിരിക്കും? ഇവിടുത്തെ കറണ്ട് I is equal to IE plus IH ആയിരിക്കും അല്ലെ. കറണ്ട് I is equal IE plus IH. കാരണം ഇലക്ട്രോണും ഫ്ലോ ചെയ്യുന്നുണ്ട്, ഹോൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇലക്ട്രോൺ മൂവ് ചെയ്ത കാരണം ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയും. ഹോള് ക്രിയേറ്റ് ചെയ്ത കാരണം ഹോൾ കറണ്ട് എന്ന് പറയും, വെർച്വൽ കറണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal IE plus IH. രണ്ടാളെ കോൺട്രിബ്യൂഷൻ സെയിം ആണെന്നാണ് അർത്ഥം. 3 ഇലക്ട്രോൺ ഉണ്ടായാൽ ആ 3 ഇലക്ട്രോൺ കാരണം കറണ്ട് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഹോളും ഉണ്ടായി. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ തുല്യമാണ്. അപ്പോൾ കറണ്ട് I is equal IE plus IH. ശരിയല്ലേ? ഇനി ഇവിടെ അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് നമ്മൾ ജെക്ക് ഒരു ഫോമുല പഠിച്ചില്ലേ, കറണ്ട് ഡെൻസിറ്റി. അതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റി വരുന്നതാണ്. അപ്പോൾ ആ യൂണിറ്റ് ഒന്ന് തപ്പി പിടിച്ച് നോക്കിക്കൊണ്ട് കറണ്ട് ഡെൻസിറ്റി ജെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും NeAVD എന്നുള്ളൊരു ഫോമുല. NeAVD ഉണ്ടാവില്ല, NeVD ഉണ്ടാവുള്ളൂ. കാരണം I അല്ല NeAVD, I/A. അപ്പോൾ NeVD എന്നൊരു ഫോമുല ഉണ്ട്. ഇത് അറിയണമെങ്കിൽ എവിടെ പോകണം? ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പോകണം കേട്ടോ, അപ്പോഴേ ഇത് കിട്ടുള്ളൂ. J ഈക്വൽ NeVD. ഇവിടെ എന്താ സംഭവിക്കുക? J ഈക്വൽ ടു NeVD. NeVD എന്നാണ് എന്ത് സംഭവിക്കുക? N ഓഫ് ഇലക്ട്രോൺ അല്ലെ, N ഓഫ് ഇലക്ട്രോൺ E V ഓഫ് ഇലക്ട്രോൺ പ്ലസ് N ഓഫ് ഹോൾസ് E VH. കാരണം രണ്ടാളെ ചാർജ് സെയിം ആണ് അല്ലെ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്നുള്ളൂ അല്ലെ. അപ്പൊ J is equal to NeVD. NeVD തന്നെ രണ്ടാളെ കോൺട്രിബ്യൂഷൻ വരും. ഇത് ഇലക്ട്രോണിന്റെ കോൺട്രിബ്യൂഷൻ, ഇത് ഹോളിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ രണ്ടാളെ ചാർജ് സെയിം ആണ് അല്ലെ, മാസിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇത് V സ്പീഡ് ഓഫ് ഇലക്ട്രോൺ, ഇത് സ്പീഡ് ഓഫ് ഹോള്. രണ്ടാളെ കോൺട്രിബ്യൂഷൻ വരും. ക്ലിയർ ആണോ? അപ്പോൾ J is equal to NeVD എന്നൊരു ഫോമുല ഉണ്ട്. ഇത് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി നമുക്ക് I is equal to NeAVD. I/A ചെയ്യുമ്പോഴാണ് J കിട്ടുക, NeVD. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ രണ്ടാളെ കോൺട്രിബ്യൂഷൻ ഈക്വലി ആയിരിക്കും. ഇത് ഇലക്ട്രോണിന്റെ കോൺട്രിബ്യൂഷൻ, ഇത് ഹോളിന്റെ കോൺട്രിബ്യൂഷൻ. ഇത് ഇലക്ട്രോണിന്റെ സ്പീഡ്, ഹോളിന്റെ സ്പീഡ്. രണ്ടാളെ ചാർജ് പിന്നെ സെയിം ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്നുള്ളൂ അല്ലെ, വെർച്വൽ ആണ്. അതേപോലെ തന്നെ നമ്മളിവിടെ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന ഒരു ഫോമുല, അത് 3 അറിഞ്ഞിരിക്കേണ്ടത്. കണ്ടക്ടിവിറ്റി സിഗ്മ. സിഗ്മ N ഇൻറ്റു NE mu ആണ് കണ്ടക്ടിവിറ്റി. ഇതെങ്ങനെ ഈ ഫോമുല വരുന്നതല്ലേ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ് വരുന്നത്. J is equal സിഗ്മ ഇൻറ്റു E ആണ് അല്ലെ. J is equal to സിഗ്മ ഇൻറ്റു E. ശരിയല്ലേ? അപ്പോൾ J is equal സിഗ്മ ഇൻറ്റു E. ഈ ഒരു ഫോമുല നമുക്ക് പഠിക്കാം. ഞാൻ ഈ ഫോമുല എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. J is equal സിഗ്മ ഇൻറ്റു E. പിന്നെ Jക്ക് വരെ നമുക്ക് എന്തെടുക്കാം? NeVD. ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചിട്ട് NeVD. ശരിയല്ലേ? പിന്നെ അപ്പം എന്ത് കിട്ടും? സിഗ്മ is equal to NeVD by E അല്ലേ. NeVD by E വരും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് മൊബിലിറ്റി വെച്ചൊരു ഫോമുല ഉണ്ട്. എന്താണ്? mu is equal to ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വരുന്നതാണ്. മൊബിലിറ്റി mu is equal to ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്ത് കിട്ടും? NeVD ഡിവൈഡിങ് ബൈ എന്ത് സംഭവിക്കും? ഇക്ക് വരെ നമുക്ക് എന്തെടുക്കാം? ഇക്ക് വരെ VD ബൈ മ്യൂ. VD ബൈ മ്യൂ. അപ്പോൾ VD ക്യാൻസൽ, ഈ മ്യൂ മുകളിൽ പോകും. അങ്ങനെയാണ് സിഗ്മ is equal NE മ്യൂ കിട്ടുക. സിഗ്മ is equal സിഗ്മ എന്താണ്? കണ്ടക്ടിവിറ്റി അല്ലെ. കണ്ടക്ടിവിറ്റി is equal NE മ്യൂ. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് റെസിസ്റ്റിവിറ്റി. ക്ലിയർ? അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോമുല കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഓക്കെ. അപ്പോൾ J is equal to NE മ്യൂ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക? രണ്ടാളെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ല. അപ്പോൾ സിഗ്മ is equal to NE. പിന്നെ രണ്ടാളെ N സെയിം ആണ് അല്ല, കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസിക്കൽ നമ്പർ ഓഫ് ഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോമുല നമുക്ക് എങ്ങനെ എഴുതാം? NeVE പ്ലസ് VH എന്ന് എഴുതാം. ശരിയല്ലേ? കാരണം NE is equal NH ആണ്. രണ്ടാളെ കോൺട്രിബ്യൂഷൻ തുല്യമാണ്. അപ്പോൾ NE കോമൺ ആയിട്ട് എടുക്കാം. NeVE പ്ലസ് VH അല്ല. അതേപോലെ ഇവിടെ എന്താ കിട്ടുക? NeE മ്യൂ E പ്ലസ് NHE മ്യൂ H വരും അല്ല. മ്യൂ എന്താണ്? മൊബിലിറ്റി അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം പോലെ മൊബിലിറ്റി. അപ്പോൾ സിഗ്മ രണ്ട് കോൺട്രിബ്യൂഷൻസ് തുല്യമായ കാരണം സിഗ്മ സിയിൽ എന്ത് കിട്ടും?
ഇ മ്യൂ ഇ പ്ലസ് മ്യൂ എച്ച് അല്ല മ്യൂ ഇ പ്ലസ് മ്യൂ എച്ച് കാരണം എൻ ഈസിൽ എൻ എച്ചിന് തുല്യമാണ്. ഇവിടെ ക്ലിയർ ആണ് ഈ സംഭവങ്ങളൊക്കെ, ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്താണ്, രണ്ടാളെ കോൺട്രിബ്യൂഷൻ തുല്യമായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. സോ എൻ ഇ ഈസിക്കൽ എൻ എച്ച്. കറണ്ട് രണ്ടാളെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഐ ഇ പ്ലസ് ഐ എച്ച്. കറണ്ട് ഡെൻസിറ്റി ജെ ഈസിക്കൽ എൻ ഇ വി ഡി ആണ്, രണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ എൻ ഇ എൻ എച്ചിന് തുല്യമായതുകൊണ്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് വി ഇ പ്ലസ് വി എച്ച്, സ്പീഡ് ഓഫ് ഇലക്ട്രോൺ പ്ലസ് സ്പീഡ് ഓഫ് ആരാണ് ഹോൾ. സ്പീഡിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റിയോ എൻ ഇ മ്യൂ, അത് രണ്ടാളെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഇലക്ട്രോണും ഹോളും. അത് കോമൺ ആയിട്ട് നമ്പർ സെയിം ആയിരുന്നു, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മ്യൂ ഇ പ്ലസ് മ്യൂ എച്ച്. ശരിയാണോ? ഇനി ഇത് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങോട്ട് മാറ്റിയാൽ മതി, എൻ ടൈപ്പ്. അപ്പൊ എൻ ടൈപ്പിൽ ശ്രദ്ധിക്കുക, എന്താ സംഭവിക്കുക, എൻ ടൈപ്പിൽ എന്താ സംഭവിക്കുക, അവിടെ ഈ എണ്ണം സെയിം ആണോ? അല്ല. ആരെണ്ണാണ് കൂടുതൽ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെരി വെരി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്. ശരിയല്ലേ? കാരണം ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവിടെ ടെമ്പറേച്ചർ മാത്രം മാറ്റിയപ്പോഴാണ് നമ്പർ സെയിം ആയത്. ഇവിടെ ഇമ്പ്യൂരിറ്റിയും കൂടി ആഡ് ചെയ്തു. പെൻറ്റാവാലന്റ് ആഡ് ചെയ്താൽ ഇലക്ട്രോൺ ഒരുപാട് ഫ്രീ ആയിട്ടുണ്ടാവും അല്ലെ. പിന്നെ ടെമ്പറേച്ചർ വ്യത്യാസം കാരണം ഹോളും ഉണ്ടാവും. പക്ഷെ ആരെണ്ണാണ് വളരെ കൂടുതൽ? ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ വളരെ കൂടുതൽ അല്ലേ. കാരണം ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. സോ എൻ ഇ വെരി വെരി ഗ്രേറ്റർ ദാൻ എൻ എച്ച് അല്ലേ. അപ്പൊ കറണ്ട് ഓൾമോസ്റ്റ് ആരാ വരിക? ഐ. ടോട്ടൽ കറണ്ട് ഐ നിയർലി ഈക്വൽ ടു ഐ ആണ് വരിക അല്ലെ. നിയർലി, കാരണം ഐ എച്ച് കാരണമുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. കാരണം 95 ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ 2 ആയിരിക്കും. അപ്പോൾ ആരെ കോൺട്രിബ്യൂഷൻ ഡോമിനേറ്റ് ചെയ്യുക? ഇലക്ട്രോൺസിന്റെ. അപ്പൊ ഐ ഇ. അപ്പൊ കറണ്ട് ഈസ് നിയർലി ഈക്വൽ ടു ഇലക്ട്രോൺ കാരണം നമ്മൾ നോക്കുക, ഐ എച്ച് കാരണം വളരെ വളരെ സ്മോൾ, നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ. അടുത്തത് കറണ്ട് ഡെൻസിറ്റിയോ? അടുത്ത കറണ്ട് ഡെൻസിറ്റിക്ക് എന്ത് ഉപയോഗിക്കുക? ജെ ഈക്വൽ ടു, ഇത് ആരെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും? ഇലക്ട്രോണിന്റെ. അപ്പൊ എൻ ഇ ഇ ആരാണ്? ബി, ഇലക്ട്രോണിന്റെ സ്പീഡ് അല്ലെ. കാരണം ഹോളിന്റെ കോൺട്രിബ്യൂഷൻ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഹോൾ ഇവിടെ മൈനോറിറ്റിയാണ്. മെജോറിറ്റിന്റെ കോൺട്രിബ്യൂഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഈ ഫോർമുല കറക്റ്റ് പഠിച്ചാൽ ഈ ഫോർമുല ഈസി ആയിട്ട് എഴുതാം. ജെ ഈസ് എൻ ഇ വി. ശരിയല്ലേ? ഇനി അടുത്ത കണ്ടക്ടിവിറ്റിയോ? കണ്ടക്ടിവിറ്റിന്റെ ഫോർമുല എന്താണ്? സിഗ്മ അല്ലേ. സിഗ്മ ഈക്വൽ ടു എന്താണ്? എൻ ഇ ഇ മ്യൂ ഇ, ഇലക്ട്രോണിന്റെ മൊബിലിറ്റി. ക്ലിയർ അല്ല? കാരണം ഇലക്ട്രോൺ ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. സോ എൻ ഇ ഇ മ്യൂ ഇ. ക്ലിയർ അല്ലേ? ഇത് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റിയാൽ പി ടൈപ്പ് കിട്ടും അല്ലെ. പി ടൈപ്പിൽ പറയൂ. പി ടൈപ്പിന് ഫസ്റ്റ് എന്താ വരിക? ആരാണ് ഡോമിനേറ്റ് ചെയ്യുക? ഹോൾസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. സോ എൻ എച്ച് വെരി വെരി ഗ്രേറ്റർ ദാൻ എൻ ഇ. ശരിയല്ലേ? ഹോളിന്റെ എണ്ണാണ് വളരെ കൂടുതൽ, കാരണം ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഹോൾസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. സോ പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം കുറച്ച് ഇലക്ട്രോണും, ബട്ട് എൻ എച്ച് ഡോമിനേറ്റ്. ഹോൾസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ കറണ്ടിന്റെ കോൺട്രിബ്യൂഷൻ ആരായിരിക്കും? ഐ നിയർലി ഈക്വൽ ഐ എച്ച്. ഹോളിന്റെ കോൺട്രിബ്യൂഷൻ ആണ്, ഇലക്ട്രോൺ മൈനോറിറ്റിയാണ് കൺസിഡർ ചെയ്യേണ്ട. ജെ. കറണ്ട് ഡെൻസിറ്റി ആരായിരിക്കും? എൻ എച്ച്. പിന്നെ ചാർജ് സെയിം ആയ കാരണം ഇ എൻ എടുക്കും, വി എച്ച് അല്ലെ. ഹോളിന്റെ എണ്ണം, ഹോളിന്റെ സ്പീഡ്. കണ്ടക്ടിവിറ്റി സിഗ്മ. സിഗ്മ ഇസ് ഈക്വൽ ടു എൻ എച്ച് ഇ മ്യൂ എച്ച്. ഹോളിന്റെ മൊബിലിറ്റി നോക്കണം. ക്ലിയർ ആണോ? മനസ്സിലായോ? അവിടെ ക്ലിയർ ആണോ? ഈ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായില്ലേ? ഈ സംഭവങ്ങളൊക്കെ. ഇത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഇത് എക്സെൻട്രിക്. അതിന് രണ്ട് എൻ ടൈപ്പ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ. ക്ലിയർ? പിന്നെ ഇവിടെ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. At thermal equilibrium in any conductor, in any type semiconductor, at thermal equilibrium any type semiconductor, Ni square is equal Ne into NH. ശ്രദ്ധിക്കുക, ടോട്ടൽ കോൺസെൻട്രേഷൻ. ടോട്ടൽ കോൺസെൻട്രേഷൻ. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം ആകുമ്പോൾ എൻ ഇ ഇൻറ്റു എൻ എച്ച് ഇസ് എൻ ഐ സ്ക്വയർ വരും. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എൻ എച്ച് നമ്പർ ഓഫ് ഹോൾസ്. അതിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും ടോട്ടൽ കോൺസെൻട്രേഷന്റെ സ്ക്വയറിന് തുല്യമായിരിക്കും, എൻ ഐ സ്ക്വയർ. കാരണം ഇത് രണ്ടും കൂടി സ്ക്വയർ ചെയ്യില്ലേ, അപ്പോൾ അത് എൻ ഐ സ്ക്വയർ. ഇതിനെ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയും. ഇത് എപ്പോഴാണ് തെർമൽ ഇക്വിലിബ്രിയം ഇൻ എനി സെമി കണ്ടക്ടർ, ഏത് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ, എൻ ഐ സ്ക്വയർ ഇസ് എന്ത് വരും? എൻ ഇ ഇൻറ്റു എൻ എച്ച്. ഇതിനെ മാസ് ആക്ഷൻ ലോ എന്നൊക്കെ പറയാറുണ്ട്. മാസ് ആക്ഷൻ ലോ. ക്ലിയർ ആണോ ഇതുവരെ?
എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും ക്ലിയർ ആണോ? അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ പ്യുവർ സിലിക്കൺ has equal electron equal electron and hole concentration of 1.5 into 10 raised to 16 per meter cube അല്ലേ? പെർ മീറ്റർ ക്യൂബ് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഡോപ്പിംഗ് ബൈ ഇൻഡിയം എന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ എന്ത് സെമി കണ്ടക്ടർ ഉണ്ടാവുക? പി ടൈപ്പ്. ഡോപ്പിംഗ് ബൈ ഇൻഡിയം ഇൻക്രീസസ് ഹോൾ കോൺസെൻട്രേഷൻ ടു increases whole concentration to 4.5 into 10 raised to 22 per meter cube. Whole concentration to 4.5 into 10 raised to 22 per meter cube. Calculate electron concentration. ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എ പ്യുവർ സിലിക്കൺ ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് അത് NI ആണ്. ഇതാരാണ്? NI. ഇലക്ട്രോണിന്റെയും ഹോളും ചേർന്നാൽ മൊത്തം കോൺസെൻട്രേഷൻ അതാണ് തന്നിട്ടുള്ളത്. NI എത്രയാണ്? 1.5 into 10 raised to 16 per meter cube. Number of electrons per unit volume. Okay. Doping by indium. Indium എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ട്രൈവാലന്റ് പി ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഹോളാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ NH എന്നുണ്ട്. ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടും, കാരണം ഹോളാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അല്ലേ? ഇൻക്രീസസ് ഹോൾ കോൺസെൻട്രേഷൻ ടു 4.5 into 10 raised to 22 per meter cube. Calculate electron concentration. NE കണ്ടുപിടിക്കണം. നമ്മൾ ആ ലോ ഉപയോഗിച്ചാൽ മതി. മാസ് ആക്ഷൻ ലോ എന്താണ്? NI square is equal to NE into NH. NE അല്ല കണ്ടുപിടിക്കേണ്ടത്. സോ NE equal to NI square dividing by NH ആണ്. NI square dividing by NH. ആരാണ് NI? 1.5 into 10 raised to 16 square അല്ലേ? ഡിവൈഡിങ് ബൈ ഹോൾ എത്രയാണ്? 4.5 into 10 raised to 22. 10 raised to 22 അല്ലേ? അപ്പോൾ NI സ്ക്വയർ എന്താ വരിക? 1.5 into 1.5 അല്ലേ? 10 raised to 16ന്റെ സ്ക്വയർ എത്ര വരിക? 10 raised to 32 അല്ലേ? 1.5 into 1.5 into 10 raised to 32. പിന്നെ 4.5 into 10 raised to 22. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ? 4.5 3 ടൈംസ് പോകില്ലേ അല്ലേ? 1.5 into 3 അല്ലേ? 4.5. അപ്പോൾ 3യും 1.5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര ടൈംസ്? 2 ടൈംസ് അല്ലേ? അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ NE = 0.5 into ഇയാൾ മേലെ പോകും 10 raised to -22. അപ്പോൾ 10 raised to 10 per meter cube അല്ലേ? 0.5 into 10 raised to 10 per meter cube. ക്ലിയർ ആണോ?